നമ്മുടെ ജീവിതത്തിലെ കുറെ ചൊറിയന്മാർ വന്ന് ചേരും. വെറുതെ ഇരുന്നാലും ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ വന്നൊരു ചൊറിയൻ. എന്താ കല്യാണമൊന്നും നടക്കാത്തത്? ആലോചനയൊന്നും വരുന്നില്ലല്ലേ? ഇങ്ങനെ പോയാൽ എങ്ങനെയാ? പ്രായം കയറിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അവൻ്റെ വിചാരം എനിക്കൊരു 5000 ആലോചന വന്നിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടിരിക്കുകയെന്നാണ്. ഇവൻ്റെയൊക്കെ വിചാരം നമ്മൾ മലക്കറിക്കടയിൽ പോയി മലക്കറി വാങ്ങിക്കുന്നതൊക്കെ പെണ്ണിനെ കിട്ടുമെന്നാണ്. എന്നാലോ കല്യാണം കഴിഞ്ഞ് ഒരു സ്ഥലത്തോട്ട് പോയപ്പോൾ കാണാം അടുത്ത ചൊറിയും വന്നു. കല്യാണം കഴിഞ്ഞിട്ട് 1-2 വർഷമൊക്കെ ആയില്ലേ, പിള്ളേരൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ? എൻ്റെ ഇല്ലേ ഒരു ഡോക്ടറുണ്ട് കേട്ടാ, നമുക്കത് റെഡിയാക്കി എടുക്കാം കേട്ടാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാൽ മതി. എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കതങ്ങ് റെഡിയാക്കി തരാം. എന്നാൽ കല്യാണം കഴിഞ്ഞ് പിള്ളേരുമായി വണ്ണം കൂടുതലാന്ന് വെച്ചിട്ട് വണ്ണം കുറയ്ക്കാനായിട്ട് ജിമ്മിലൊക്കെ പോയി ഡയറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ വലിഞ്ഞു വന്നപ്പം കിടക്കുന്ന അടുത്ത ചോദ്യം. അയ്യോ, അങ്ങ് വാടിപ്പോയല്ലോ, കൈയൊക്കെ അങ്ങ് തേഞ്ഞു പോയല്ലോ, ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉണ്ടോ? എന്തെങ്ങനെയൊക്കെ നടക്കുന്നു? ഉമ്മമാരുടെ എല്ലാം വിചാരം എന്താണെന്നറിയാമോ? പിള്ളേരുണ്ടാവാത്തത് നമ്മൾ വെറുതെ നമ്മുടെ വൈഫിനെ കാഴ്ച വസ്തുവിനൊക്കെ വീട്ടിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയെന്നാണ്. ഇവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? നിങ്ങളുടെ കൂട്ടത്തിലും കാണും ഇതുപോലൊരു ചൊറിച്ചിൽ. വെറുതെ ഇരുന്നങ്ങ് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. തിരിച്ച് നമ്മൾ അവരെ ചൊറിയാൻ പോണ്ട, അവരുടെ ചൊറിച്ചിൽ അവർ തന്നെ ചൊറിഞ്ഞങ്ങ് മാറ്റിക്കോളും. ഇത്രയേ ഉള്ളൂ.